നമസ്തേ. സ്വാമി ശരണയ്യപ്പ. ലോകാധ്യക്ഷനാണ് ശ്രീധർമ്മശാസ്താവ്. ശബരിമലയിലിരിക്കുന്ന പ്രതിഷ്ഠ. ലോകമാതാവാണ് മാളികപ്പുറത്തമ്മ. ലോകാധ്യക്ഷനും ലോകമാതാവുമാണ് ശബരിമലയിലിരിക്കുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ശബരിമലയിലെ ശ്രീധർമ്മശാസ്താവിൻ്റെ 108 നാമങ്ങൾ തുടങ്ങുന്നത് തന്നെ ഓം മഹാശാസ്ത്രേ നമ എന്നാണ്. 108ാമത്തെ നാമമോ ഓം ഭക്തവത്സലായ നമ എന്നാണ്. ആരാണ് ലോകാധ്യക്ഷൻ? ലോകാധ്യക്ഷൻ വൈഷ്ണവ ശക്തിയാകുന്നു. ലോകമാതാവ് ആരാണ്? അത് ജലമാകുന്നു. ജീവൻ ജലത്തിൻ്റെ മായ മാത്രം ആകും. ശബ്ദത്തെ ജനിപ്പിക്കുന്ന ആ ജലത്തിൻ്റെ പേരാണ് ശബരം. ശബരി പാർവതിയാണ്. പാർവതി ജലമാണ്. ശബരനോ ശിവനാണ്. ശിവനോ ഈ മണ്ണാണ്. മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയാൽ പഞ്ചമുഖനാണ് ഈ ഭൂമി. ശബരം മണ്ണാകുന്നു, അത് ശിവനാകുന്നു. ശബരി ജലമാകുന്നു, അത് പാർവതിയാകുന്നു. ആ ശബരനെയും ശബരിയെയും ചേർത്ത് വെക്കുന്നത്, ജീവനെ ജനിപ്പിക്കുന്നത്, ജീവൻ്റെ സ്വരത്തെ ജനിപ്പിക്കുന്ന ശബരത്തിൻ്റെ പീഠം ശബരിമലയിലാകുന്നു. നമ്മുടെ എല്ലാം മാളികപ്പുറത്തെത്തുന്ന ആ ലോകമാതാവ് ജലമാകുന്നു. ഈ പഞ്ചദ്രാവിഡ ദേശത്തിലുമെല്ലാം എന്തുണ്ട്? മാരിയമ്മൻ കോവിലുകളുണ്ട്. ഈ പഞ്ചദ്രാവിഡ ദേശത്തിലും ആരാണമ്മ? മാരിയാണ് അമ്മ. മാരിയമ്മൻ കോവിലുകളാണ് പഞ്ചദ്രാവിഡ ദേശത്തിൻ്റെ പ്രത്യേകത. അപ്പം മാരിയെ കുമാരിയാക്കുന്നത്, മാരിയെ ഇവിടെ എത്തിക്കുന്നത് കുമാരനാണ്. മാരിയെ കുമാരിയാക്കുന്നത് ലോകാധ്യക്ഷനായിരിക്കുന്ന വൈഷ്ണവ ശക്തിയാണ്. മഹാവൈഷ്ണവ ശക്തിയാണ്. ലോകാധ്യക്ഷനായിട്ടുള്ള വൈകുണ്ഠലോകമാണ്. ആ മഹാവൈഷ്ണവ ശക്തിയുടെ നാമങ്ങളും എവിടെയുണ്ട്? ശ്രീധർമ്മശാസ്താവിൻ്റെ 108 നാമങ്ങളിൽ ശബരിമലയിൽ ഉണ്ട്. ഓം പുഷ്പബാണായ നമഃ. പുഷ്പബാണൻ ആരാണ്? ഈ ലോകാധ്യക്ഷനാണ്. ഈ മഹാവൈഷ്ണവ ശക്തിയാണ്. ആ പുഷ്പബാണം, ആ പുഷ്പശരം ഏൽക്കുന്നത് എവിടെയാണ്? പുഷ്കലയിലാണ്. പുഷ്കല ആരാണ്? നവമേഘമാണ്. ആകാശത്ത് എത്തുന്ന നവമേഘമാണ് പുഷ്കല. ആ പുഷ്കല ആരാണ്? അത് ശാസ്താവിൻ്റെ വാമഭാഗമാണ്. അപ്പോൾ ആ ശാസ്ത്ര വൈഭവത്തെ നാം അറിയണം. ശൈവശക്തിയുടെ വൈഭവത്താൽ പുഷ്പശരം ഏത് പുഷ്കലയെ പുഷ്പിണിയാക്കുന്നത്, ആ പുഷ്കലയിൽ നിന്നും ഗംഗയെ ജനിപ്പിക്കുന്നത്, ഗംഗയെ ശ്രീപാർവതിയാക്കുന്നത്, ശ്രീപാർവതിയെ ശബരിയാക്കുന്നത്, ശബരൻ്റെ മാറിൽ ചേർത്ത് വയ്ക്കുന്നത് ലോകാധ്യക്ഷനാണ്. അപ്പോൾ ആ പുഷ്പശരമെയ്യുന്ന ആ മഹാവൈഷ്ണവ ശക്തിയുടെ നാമമെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. കൽപ്പവൃക്ഷായ നമ, മഹാവൃക്ഷ പ്രകൃതിയ നമ, വിദ്യാവൃക്ഷായ നമ. ഇതൊക്കെയാണ് പുഷ്പശരമെയ്യുന്ന, മന്മഥശരമെയ്യുന്ന ആ ലോകാധ്യക്ഷന്മാരുടെ നാമങ്ങൾ. ആ മഹാവൈഷ്ണവ ശക്തിയാണ് നമ്മളെ എന്താക്കുന്നത്? നിർഭയരാക്കുന്നത്, നമുക്ക് അഭയമേക്കുന്നത്, നമുക്ക് ശരണമേക്കുന്നത്. ആ ശരണമന്ത്രം നമ്മളുടെ നാവിൽ ഉണർത്തുന്നതിന് കാരണമായിരിക്കുന്ന വസ്തുത എന്താണ്? അത് മഹാവൈഷ്ണവ ശക്തിയുടെ വൈഭവമാണ്. അപ്പോൾ നിർഭയരായിട്ട്, നിരായുധരായിട്ടാണ് നമ്മൾ ശബരിമലയിലേക്ക് എത്തേണ്ടത്. 18 വർഷം തുടർച്ചയായിട്ട് ശബരിമലയിൽ പോയിട്ടുള്ള ഗുരുസ്വാമിക്ക് മാത്രമേ ഒരു ദണ്ട് പോലും കയ്യിൽ പിടിക്കുവാൻ അനുവാദമുള്ളൂ. നിർഭയരാകുവാൻ, നിരായുധരായിട്ട് ശരത്തെ ഉപേക്ഷിച്ച്, ശരംകൃതിയിൽ ശരത്തെ ഉപേക്ഷിച്ച് ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുവാനാണ്, അറിവിൽ വിലയം പ്രാപിക്കുവാനാണ് നമ്മൾ ശബരിമലയിലെത്തുന്നത്. അപ്പോൾ അവിടെ ആയുധമെടുക്കുവാൻ ആർക്കാണ് അവകാശമുള്ളത്? ശബരിമലയിൽ ആയുധം കയ്യിൽ വയ്ക്കുവാൻ അവകാശമുള്ളത് ആർക്കാണെന്നറിയോ? 18ാം പടിക്ക് താഴെ ആ ആയുധം കയ്യിൽ വയ്ക്കുവാൻ അവകാശമുള്ളത് ഒരാൾക്ക് മാത്രമാണ്. വലിയ കടുത്ത സ്വാമിക്ക് മാത്രമാണ് താഴെ ആയുധം കൈവശം വയ്ക്കുവാൻ അവകാശമുള്ളത്. വലിയ കടുത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നീളം കൂടിയ വലിയ വാള് എന്നാണ് അർത്ഥം. അത് കയ്യിൽ പിടിച്ചിരിക്കുന്ന, ആ നീളമുള്ള വാളിനെ കയ്യിൽ ധരിച്ചിരിക്കുന്ന കടുത്ത സ്വാമിയാണ് ക്ഷേത്ര പാലകനായിട്ട് അവിടെ നിൽക്കുന്നത്. കറുപ്പെടുത്തെത്തുന്ന കറുപ്പായി സ്വാമിമാർക്കും കറുപ്പെടുത്തെത്തുന്ന കറുപ്പായി അമ്മമാർക്കും, അതായത് മാളികപ്പുറത്ത് അമ്മമാർക്കും അവിടെ ആയുധം ആവശ്യമില്ല. ആരുടെ കയ്യിലാണ് ആയുധം വേണ്ടത്? ആയുധമുള്ളത് ആരുടെ കയ്യിലാണ്? വലിയ കടുത്ത സ്വാമിയുടെ കയ്യിലാണ് താഴെ ആയുധമുള്ളത്. മുകളിൽ 18ാം പടിക്ക് മേലെ ചെറിയ കടുത്ത സ്വാമിയുണ്ട്. ക്ഷേത്ര സംരക്ഷകനായിട്ട് മുകളിൽ ആരുണ്ട്? 18ാം പടിക്ക് മേലെ
ചെറിയ കടുത്ത സ്വാമിയുണ്ട്. ചെറിയ വാളുമായിട്ട് മുകളിൽ ക്ഷേത്രപാലകനായിട്ട് ചെറിയ കടുത്ത സ്വാമിയുണ്ട്. ഭക്തജനങ്ങൾ നിരായുധരായി ശാസ്ത്രത്തിൽ വിശ്വസിച്ച് ആയുധം താഴെ വെച്ചവരായിട്ടാണ് ചെല്ലേണ്ടത്. ആയുധം ഏന്തിയല്ല ശബരിമലയിൽ നിന്നും തിരിച്ചിറങ്ങേണ്ടത്. ചരകുത്തിയിൽ നിന്നും ആയുധം എടുത്തിട്ടല്ല നമ്മൾ തിരിച്ച് നടക്കുന്നത്. ശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട് ശാസ്താവിൽ വിലയം പ്രാപിച്ചുകൊണ്ടാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്? തിരിച്ച് നമ്മളുടെ ലക്ഷ്മി ഗ്രഹങ്ങളിലേക്ക് ചെല്ലുന്നത്. അവിടെ ആരാണ് നമ്മളെ കാത്തിരിക്കുന്നത്? മാതൃലോകമാണ് അവിടെ കാത്തിരിക്കുന്നത്. ശൂരപത്മാവ് എന്ന് പറയുന്ന സൂര്യതാപത്തെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രയുദ്ധത്തിൽ മഹാവൈഷ്ണവ ശക്തിയാൽ 18 പൂങ്കാവനങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ ആ മാതൃലോകത്തിൻ്റെ സംരക്ഷണമാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. മാരിയെ കുമാരിയാക്കുന്ന മാരിയമ്മൻ കാവുകളെ സൃഷ്ടിക്കുന്ന, കോവിലുകളെ സൃഷ്ടിക്കുന്ന, മാളികയുടെ പുറത്ത്, നമ്മളുടെ എല്ലാം മാളികകളുടെ പുറത്ത് മാളികപ്പുറത്തമ്മയായിരിക്കുന്ന ശ്രീ പാർവതി ജലം, മഴ, ആരി വന്നെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രയുദ്ധത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എവിടെ പോകുന്നത്? ശബരിമലയ്ക്ക് പോകുന്നത്. ആ ശാസ്ത്രചിന്തയിലേക്ക് നമുക്ക് തിരിഞ്ഞു നടക്കാം, നമുക്ക് തുടരാം. നമസ്തേ. പ്രോഗ്രാം സ്പോൺസർഡ് ബൈ മൂഴിക്കരോട്.